നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പരിധി വിട്ട് ആ നമ്പർ പോയിട്ടില്ലേ? ഓക്കെ ഞാൻ ഇനി നോക്കിക്കൊള്ളാം. താനിത് റിപ്പോർട്ട് ചെയ്തേക്ക്. സർ, ഏത് ടവർ ലൊക്കേഷനിലാണ് ഉള്ളത്? വെള്ളാട്ടുമുക്ക്. പരിചയമുണ്ടോ സ്ഥലം? 1-2 തവണ പോയിട്ടുണ്ട്, അതിനപ്പുറം പരിചയമൊന്നുമില്ല. അതൊരു കോംപ്ലിക്കേറ്റഡ് ഏരിയയാണ്. ഒരു വശത്ത് കാടാണ്. പോലീസിന്റെ സഹായമില്ലാതെ തിരഞ്ഞാൽ പ്രയോജനമുണ്ടാവില്ല. സർ, അത് പറ്റില്ല. പോലീസ് എത്തിയാൽ നിധിക്ക് അപകടമാണ്. ഞാനെന്തായാലും അങ്ങോട്ട് പോവാം. റിസ്ക് എടുക്കാതെ പറ്റില്ല. ശരി, അവിടെ ക്രിമിനൽ ആക്ടിവിറ്റീസിന് പറ്റിയ ഹൈഡ് ഔട്ട് വല്ലതും ഉണ്ടോ എന്ന് ഞാൻ അന്വേഷിക്കാം. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. താങ്ക് യു. ശരി, കാണാം. ഓക്കെ. ഹലോ പ്രണവ്. ഏട്ടാ, ചേച്ചിയുടെ വിവരം വല്ലതും കിട്ടിയോ? ടവർ ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് പോവാം. ഞാനും വരാട്ടാ. അല്ല, ഏതാ ടവർ? വേണ്ട പ്രണവ്, നീ ഇതിൽ തലയിടണ്ട. ഇതിന്റെ പ്രശ്നം ഞാൻ സോൾവ് ചെയ്തോളാം. ആ, പറയുന്നത് കേക്ക് ഏട്ടാ. ഏട്ടൻ ഒറ്റയ്ക്ക് പോകുന്നത് അപകടമാ. മിഥുന്റെ ലക്ഷ്യം ചേച്ചിയല്ല, ഏട്ടനാ. അത് മറക്കണ്ട. ഏട്ടാ, ഏട്ടനെ തനിച്ച് കിട്ടിയാ ഇല്ലാതാക്കാൻ പോലും അവൻ പഠിക്കില്ല. 1ഉം 2ഉം അല്ല, 3 തവണയാണ് അവൻ ഏട്ടനെ കൊല്ലാൻ ശ്രമിച്ചത്. ഏട്ടാ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ പേടിക്കേണ്ട പ്രണവ്. നിധിയും കൊണ്ട് ഞാൻ തിരിച്ചു വരും. അതിന് കഴിഞ്ഞില്ലെങ്കിൽ രണ്ടുപേരും വരില്ല. ഏട്ടാ, ഇതൊന്നും പറഞ്ഞ അവിടെയുള്ള ആരും ടെൻഷൻ അടിപ്പിക്കരുത്. ഞാൻ പുറപ്പെടുക. ആ ലൊക്കേഷൻ ഏതാണെന്ന് മാത്രം പറയേട്ടാ. സോറി, ഞാൻ കട്ട് ചെയ്യണം. ഇനി വിളിക്കരുത്. ഏട്ടാ, പ്രണവ്, നീ ഫോണിലൂടെ എന്താ പറഞ്ഞത്? മിഥുൻ ഗൗതമിനെ 3 പ്രാവശ്യം കൊല്ലാൻ ശ്രമിച്ചു എന്നോ? നീ എന്താ മറുപടി പറയാത്തത്? അങ്ങനെ പറഞ്ഞില്ല എന്ന് പറയാൻ ശ്രമിക്കണ്ട. ഞാൻ ഇവളും കേട്ടതാ. ഇത്രയും വലിയൊരു കാര്യം ഈ കുടുംബത്തുണ്ടായിട്ടും നീ ഗൗതമ എന്താ എന്നെ അറിയിക്കാതിരുന്നത്? അതാൻറ്റി, ഇവിടെ വിവരം പറഞ്ഞ് ആരെയും വിഷമിപ്പിക്കേണ്ടെന്ന് ഏട്ടൻ തന്നെയാണ് പറഞ്ഞത്. മിഥുൻ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളത് വെറും ഊഹാപോഹം മാത്രമാണോ പ്രണവ്? അല്ല, വ്യക്തമായ തെളിവുകൾ ഏട്ടന് കിട്ടിയിട്ടുണ്ട്. ഏട്ടന്റെ കാറിന്റെ ബ്രേക്ക് ഫെയിലിയർ ആക്കിയത് അവനാ. CCTV വിഷ്വൽസും എന്റെ കയ്യിൽ തന്നെയുണ്ട്. ഞാൻ കാണിച്ചുതരാം. ഓഫീസിലെ ഹാർഡ് ഡിസ്ക് മോഷ്ടിച്ചതും അവൻ തന്നെയായിരുന്നു. അവന്റെ റൂമിൽ നിന്ന് ഏട്ടൻ അത് പൊക്കി. അതിനുശേഷം ഹോസ്പിറ്റലിൽ വെച്ചും പിന്നെ ഇവിടെ അതിക്രമിച്ച് കയറിയപ്പോഴും മിഥുൻ ഏട്ടനെ ആക്രമിച്ചു. അതുകൊണ്ടാ 3 വധശ്രമം നടന്നു കഴിഞ്ഞുവെന്ന് ഞാൻ പറഞ്ഞത്. മിഥുന്റെ ടവർ ലൊക്കേഷൻ ഏട്ടന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എന്നോടത് എവിടെയാണെന്ന് പറയുന്നില്ല. ഏട്ടൻ അവന്റെ വായിലേക്ക് ചെന്ന് വീണു കൊടുക്കുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. എന്തായാലും ഞാനൊന്ന് അന്വേഷിക്കട്ടെ ആൻറ്റി. ആന്റി, ഗൗതം ടവർ ലൊക്കേഷൻ കണ്ടെത്തിയ കാര്യം നമുക്ക് മിഥുനെ അറിയിക്കണ്ടേ? ഗൗതമിനെ കൊല്ലാൻ വന്നവന്റെ കൂടെയാണോടി നീ? ഗൗതമിനൊരു പോറല് പോലും ഏൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്തോ ഗൂഢലക്ഷ്യവുമായ മിഥുൻ വന്നതെന്ന് എനിക്ക് ബോധ്യമായി. നിന്റെ അമ്മയും നീയും ഒക്കെ അവന്റെ കൂട്ടാളികളാ. ആന്റി, എല്ലാം മറന്ന് സംസാരിക്കരുത്. അവൻ അപകടകാരിയാണെന്ന് എന്റെ അമ്മ ആദ്യമേ മുന്നറിയിപ്പ് തന്നതല്ലേ? അവനുമായി കൂടുതൽ ടൈപ്പ് വേണ്ടെന്ന് ഞാനും പല പ്രാവശ്യം പറഞ്ഞതാ. ആന്റി അനുസരിച്ചില്ല. എന്റെ തെറ്റ് ഞാൻ തിരുത്തുക. ഞാൻ ഇപ്പൊ തന്നെ SP വിളിക്കും.
പോലീസ് ഷൂട്ടൌട്ടില് മിഥുൻ കൊല്ലപ്പെടും. അയ്യോ ആന്റി, അപ്പൊ നിധി രക്ഷപ്പെടൂലേ? ആന്റിയുടെ മുഖ്യ ശത്രു അവളാ. അവള് രക്ഷപ്പെടുന്ന ഒന്നും എനിക്കൊരു വിഷയമല്ല. ഗൗതമിനൊന്നും സംഭവിക്കരുത്. എന്നെ ചതിച്ച മിഥുൻ ചത്ത് നരകത്തിൽ പോണം. ആദ്യം ഇതൊന്ന് തീരട്ടെ, എന്നിട്ട് നിനക്ക് നിന്റെ അമ്മയ്ക്കുള്ളത് ഞാൻ തരുന്നുണ്ട്. ആ SP സർ, ഞാൻ വസുന്ധരയാണ്. നിധി തിരിച്ചെത്തിയ ഞാൻ പുറത്താവും. ഇനി തള്ളയും എന്നെ ഇവിടെ നിർത്തില്ല. അതോടെ എനിക്ക് പ്രണവിനെ നഷ്ടപ്പെടും. ഇതുവരെ ചെയ്തതിനേക്കാൾ ഡോസ് കൂടി എന്തെങ്കിലും ചെയ്യണം. എങ്കിലേ ഇനി ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റൂ. എന്ത് ചെയ്യും? മിഥുൻ, അവന്റെ ജീവിതം ഇനി വെറും ചരിത്രമാണ്. എന്തിനോ ജനിച്ച് ജീവിച്ച് എന്തിനോ വേണ്ടി ചത്ത ഒരു കീടം, അത്ര തന്നെ. ഓടി ഇവിടെ വാ, കിടന്ന് ബഹളം വെക്കതെ മാറോ. ഗൗതം വരുമെന്ന് നീ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ടോ നിധി? സാറ് വന്നാലും ഇല്ലെങ്കിലും നിന്റെ ഉദ്ദേശം നടക്കില്ല. ആഹാ, നടത്തി കാണിച്ചു തരാ ഞാൻ. ദേ തിരുമിനി, ആ താലിയും കെടുക്ക്. ഗൗതം സാർ കെട്ടിയ ഈ താലി അല്ലാതെ മറ്റൊരു താലി എന്റെ കഴുത്തിൽ വീഴില്ല. ഓ, ആ താലി നിന്റെ കഴുത്തിലുണ്ടോ? ഈ മാല നമുക്ക് ഉപയോഗിക്കാം. ഇതിന്ന് ഗൗതമന്റെ താലി അങ്ങ് പറിച്ചോളാ. ഇനി നീ കഴുത്തിൽ അണിയേണ്ടത് എന്നെയാ, എന്റെ പ്രണയമാണ്. മരണം വരെ ഇതെന്റെ കഴുത്തിൽ നിന്ന് ഞാൻ ഊരില്ല. വാശിയാണോ? അതെ. ആഹാ, എന്നാ പിന്നെ ഞാൻ തന്നെ അതങ്ങ് പൊട്ടിച്ചെറിയാം. ഇടി! എടാ, എന്നെ പിടിക്കാതെ അവളെ പിടിച്ചോണ്ടോടാ. എടാ പൊട്ട, നീ എന്ത് കാണാൻ നിൽക്കാ? രക്തം കണ്ട സ്ഥിതിക്ക് ആ കുട്ടിയെ ബോസ് തന്നെ കെട്ടും ബോസ്. എടാ പോയി അവളെ പിടിയടാ. യെസ് ബോസ്. അവൾ അധിക ദൂരം ഓടാൻ സാധ്യതയില്ല. വാ.